നമസ്കാരം. ബിസിനസ്സിലും സിനിമയിലുമായി 9 കോടിയോളം രൂപ നഷ്ടപ്പെട്ട് ആത്മഹത്യയുടെ വക്കിലെന്ന് മുരളി കുന്നുംപുറം. ഇദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു വീഡിയോ സിനിമാ ലോകത്തെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കിയിരിക്കുന്നു. താൻ വിശ്വസിച്ചവർ തന്നെ ചതിച്ചു എന്ന മുരളിയുടെ ആരോപണങ്ങളോട് ബന്ധപ്പെട്ട സിനിമാ പ്രവർത്തകർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തളിപ്പറമ്പ് സ്വദേശിയായ മുരളി കുന്നുംപുറം വെറുമൊരു നിർമ്മാതാവല്ല. കടുത്ത മദ്യപാനത്തിൽ നിന്ന് മുക്തനായി കോടികളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇദ്ദേഹത്തിന്റെ ജീവിതമാണ് വെള്ളം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ആധാരമായത്. സിനിമയിൽ ജയസൂര്യ അവതരിപ്പിച്ച ആ പോരാട്ട വീര്യം പക്ഷേ ഇപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ മുരളിക്ക് കൈമോശം വന്നിരിക്കുന്നു. സിനിമയിൽ നിന്നുള്ള ചതിയും ബിസിനസ്സിലെ തകർച്ചയും മുരളിയെ തളർത്തിയിരിക്കുകയാണ്. അടുത്തിടെ നിർമ്മാണ പങ്കാളിയായ സുമതി വളവ് എന്ന ചിത്രം തന്റെ ജീവിതം വഴിമുട്ടിച്ചുവെന്നാണ് മുരളിയുടെ വെളിപ്പെടുത്തൽ. ഈ ചിത്രത്തിലൂടെ മാത്രം 7 കോടി രൂപയാണ് നഷ്ടമായത്. തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള, വിഷ്ണു എന്നിവർക്കെതിരെയും നദികളിൽ സുന്ദരി യമുനയുടെ സംവിധായകർക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് മുരളി ഉയർത്തിയത്. തന്നോട് കള്ളം പറഞ്ഞാണ് ഇവർ സിനിമ ചെയ്യിച്ചതെന്നും മുരളി ആരോപിക്കുന്നുണ്ട്. ടൈൽസ് ബിസിനസ്സിൽ വിദേശ മലയാളികളിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന വലിയ തുകകൾ നഷ്ടപ്പെട്ടതും സിനിമയിലെ തുടർച്ചയായ തിരിച്ചടികളും മുരളിയെ കടക്കെണിയിലാക്കി. കടക്കാർ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിലും മരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നും അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ പറയുന്നു. സിനിമ മുരളിക്ക് വലിയ പ്രശസ്തിയാണ് നൽകിയത്. എന്നാൽ അതേ സിനിമ തന്നെയാണോ മുരളിയുടെ ജീവിതം തകർത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മുരളി ഭായ്, നിങ്ങൾ വെള്ളം സിനിമയിലെ മുരളിയാണ്. ഈ പ്രതിസന്ധിയെയും നിങ്ങൾ അതിജീവിക്കണം. വീഡിയോ കണ്ട ലക്ഷക്കണക്കിന് ആരാധകരുടെ വാക്കുകളാണിത്. മുരളി ഉയർത്തിയ ചതിയുടെയും വഞ്ചനയുടെയും ആരോപണങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമായിട്ടുണ്ട്. ആരോപണ വിധേയരായവർ ഉടൻ തന്നെ വിശദീകരണവുമായി എത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ആരോപണത്തിൽ ഇടപെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. സുമതി വളവ് സിനിമയുടെ കളക്ഷൻ കണക്കുകൾ പരിശോധിക്കുമെന്നും അഭിലാഷ് പിള്ള അടക്കമുള്ളവരുമായും മുരളിയുമായും ചർച്ച നടത്തുമെന്നും അസോസിയേഷൻ അറിയിക്കുകയും ചെയ്തു. അതേസമയം സിനിമ ലാഭമായിരുന്നുവെന്നാണ് കഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ വിശദീകരണം. എന്തായാലും ഈ ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തയ്യാറായേക്കും. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. തന്റെ അവസ്ഥ അത്രത്തോളം മോശമാണെന്നാണ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്.